വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ സലാറിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഐ തിങ്ക് നമ്മളിപ്പം കണ്ടത് വെച്ചിട്ട് ഒരു ഫൈറ്റ് സീൻ കണ്ടു. ആൻഡ് അഗൈൻ അവരൊരു ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് ദെൻ ശ്രുതി ഹാസനെ ഹാൻഡ് ഓവർ ചെയ്യാം. അതെ, വീണ്ടും കിഡ്നാപ്പ് ചെയ്ത് അമ്മ കാണുന്നു. എന്റെ മോനെ പറഞ്ഞില്ല. ഐ കോണ്ടാക്റ്റിലുണ്ടല്ലോ, ഭയങ്കര സീരിയസ് ആയ സീനാണ്. എനിക്കൊന്ന് ഇനി അങ്ങോട്ട് നല്ല ഫൈറ്റ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇതുവരെ നമ്മുടെ പൃഥ്വിരാജിന്റെ എൻട്രി വന്നിട്ടില്ല. ഇന്റർവെൽ സീൻ അങ്ങനെയായിരിക്കും മിക്കവാറും. നമ്മൾ ഇത്രയും സിനിമ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ആ ഇന്റർവെൽ സീനിലായിരിക്കും നമ്മുടെ പൃഥ്വിരാജിന്റെ ഗ്ലിംസ് കാണിക്കാൻ പോകുന്നത്. ആൻഡ് പിന്നെ നമുക്ക് അറിയത്തില്ല, കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് കാണാനുണ്ട്. ആൻഡ് അവിടെ ഒരു മറ്റേ നമ്മുടെ പൃഥ്വിരാജിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാര് ആരെ കാത്തരി സലാറിനെ കാത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സലാറിനെ കാത്തല്ല ഇരിക്കുന്നത്. ആസ് മച്ച് ആസ് വാട്ട് ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ഹർ ഫാദർ. അവളുടെ അച്ഛൻ വന്നല്ലോ. അച്ഛൻ വന്നു. പക്ഷെ പറഞ്ഞു അച്ഛനെ മാത്രല്ല, അത്രയും പെയിൻ കൊടുക്കണം. പക്ഷെ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഉഗ്രത്തിന്റെ കഥയല്ല അതിനകത്ത് പോകുന്നത്. ഉഗ്രത്തിനകത്തെ ബാക്ക് സ്റ്റോറി സ്റ്റാർട്ടിങ്ങിലെ നമ്മളെ കാണിച്ചായിരുന്നു. പക്ഷെ അതും ഇതും ഒരു ടച്ച് ചെയ്ത് പോകുന്ന പോലെ ഉള്ളൂ. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് റിയാക്ഷൻ തുടങ്ങാം അല്ലേ? രണ്ടുപേരും കിട്ടാം. അവനെ കിട്ടാക്കി బర్మాకి తీసుకెళ్తే మనం తప్పించుకోలేం. Answer some of my questions first. నన్ను చంపుదాం అనుకున్న వాళ్ళెవరు? What did my dad do to them? నన్ను ఎందుకు మీ దగ్గరికి తీసుకొచ్చి పెట్టారు? ప్లాస్టిక్ కత్తికి వాళ్ళ అమ్మ ఎందుకు అంత రియాక్ట్ అయింది? He's all set. ఆ బోల్ని గట్టిగా పట్టుకో. What? ఇన్ని రోజులు నా కూతురు ఎవరి దగ్గరుందో తెలిస్తే నువ్వే వదిలేస్తావు. No, they don't know. ఆ బోల్ని గట్టిగా పట్టుకో. Something is going to happen. Only one guy can stand against that mark. Shit. బండి నా పేడ ఎక్కడ్రా వాడు? అట్టే నరుక్కుంటారు కదా బండి. ఆ బండి నాపింది దేవరత. Shit. Deva, of course. ఎవరు వాడిని ఏమీ చేయలేరు.
ആണ്. కట్టతో నదిని ఆపగలుగుతారు కానీ సముద్రాన్ని ఎలా ఆపుతారా? Oh, he's tattooing me. Shit. ఈ విషయం నీకు కూడా చెప్పలేదు బులమ్మ. చెప్పుంటే నువ్వు నన్ను ఆపేదానివి. నీ కూతురు వల్ల వాడు దొరికాడు. దొరికిన వాడిని చంపేయాలి కదా. ఎవ్వరు వాడిని ఏమీ చేయలేరు. అందుకే ఆ సీలుండే బండిలో పెట్టి దేవత బండి నాపేలా చేశాను. That was her plan. నిన్ను చంపుదామనుకుంటున్న వాళ్ళకి, మీ నాన్నకి, వాడికి, వాళ్ళ అమ్మకి, నాకు, ఈ సీల్కి అన్నిటికీ ఒకే ఒక సంబంధం. ఆ సీల్ ఆపితే ఏం జరుగుతుందో తెలుసు కదా. ఆ సీలు ఎవరిదో తెలుసు కదా. നമ്മുടെ പൃഥ്വിരാജിന്റെ സീൻ సీల్ని ఆపారు. ఓకే, మొదటిసారి. అయితే దాన్ని ఆపింది తెలుసు. Okay, so I think that's how they get this. రాజమన్నా ఎవ్వరు దాన్ని ఆపలేరు. దేవా, ఖాన్ సార్ వల్ల చాలా మంది కథలు మారాయి, కానీ ఖాన్ సార్ కథ మార్చింది ఇద్దరు ప్రాణ స్నేహితులు. బద్ధ శత్రువులుగా మారడం. That's the story that we don't know. బాగా ప్లాన్ చేశాను కదా. ఇప్పుడు వాళ్ళిద్దరి మధ్య యుద్ధం జరుగుతుంది. ఎవడు ఒక్కడే మిగులుతాడు. ఖాన్ సార్ కా సలాం. వరద రాజమన్నార్ కా సలాం. కానీ ఆదిల్ పుట్టించింది వాడు. సలార్ దేవరతా రాజా. Oh, what an intro. Hey, what is this? ఇప్పుడు ఏం జరుగుతుంది? వాడు పెట్టిన నియమమే కదా, దాన్ని ఎవరు ఆపినా. నాన్నగా చావాల్సిందే. కొన్ని కథలు చూస్తే భయమేస్తుంది, కొన్ని కథలు వింటే భయమేస్తుంది. అయితే ఈ కథని తలుచుకుంటేనే భయమేస్తుంది. వాడి కథ వింటావా? ഇപ്പൊ തുടങ്ങിയുള്ളൂ. പാർട്ട് 1 സീസ് ഫയർ. നൈസ്. ഓക്കെ, വാട്ട് ആൻ അമേസിംഗ് ഇൻട്രൊഡക്ഷൻ അല്ലേ. സലാറിന്റെ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഇതായിരുന്നു തോന്നുന്നു. ഗൂസ് ബംസ് ആയിരുന്നു. കാരണം നമ്മൾ ആ ഫൈറ്റ് സീൻ കണ്ടപ്പം അതിൽ നിന്നും
ഒരുമാതിരി എനിക്കൊന്ന് ഭയങ്കര ഹൈപ്പ് തന്ന ഒരു ഇൻട്രോ തന്നെയായിരുന്നു. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ, നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. ലൈക്ക് ഇനിയാണ് കഥ ശരിക്കും തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഓർത്തു പൃഥ്വിരാജ് ആയിരിക്കും ഇതിന്റെ സീലുണ്ടായി. ആക്ച്വലി ഞാൻ അതൊന്നും ഓർത്തില്ലായിരുന്നു. പിന്നെ ഇത് ഇൻട്രൊഡക്ഷൻ കുറെ ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തിരുന്നു പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ആയിരിക്കും സീൽ ഇത് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഇറ്റ്സ് നമ്മുടെ പ്രഭാസ് ദേവയാണ് കൊണ്ടുവന്നത്. അതെ, അവിടെ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെ ഇത് ആര് സ്റ്റോപ്പ് ചെയ്യും, കാരണം ആരും റെഡി അല്ല ടു സ്റ്റോപ്പ് ദാറ്റ് സീൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ. ആൻഡ് ആ മാസ്റ്റർ മൈൻഡ് അവിടെ നിന്ന് പ്ലാൻ ചെയ്ത ബോസ് പ്ലാൻ ഭയങ്കര അമേസിംഗ് ആയിരുന്നു. ഇനി എന്താ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് രണ്ടുപേരും അങ്ങോട്ട് കൂട്ടത്തല്ലില്ല ഇറങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു അല്ലെ. പിന്നെ ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് തുടങ്ങുവാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ടുള്ളത്. പക്ഷെ ഭയങ്കര ഒരു ട്വിസ്റ്റ്, നമ്മൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് വിചാരിച്ചിരുന്നില്ല. നമ്മൾ ആ നോർമൽ ആ ഒരു മൂവി പോകുന്ന ഫ്ലോ അനുസരിച്ച് അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചു പറഞ്ഞു. ആൻഡ് നമ്മുടെ പൃഥ്വിരാജിന്റെ എൻട്രി വന്നു, ആ ലുക്കും സംഭവം ഇത് ബിഗ് സ്ക്രീനിലൊക്കെ വേറെ ലെവലായിരുന്നു. എസ്പെഷ്യലി ഈ പെർട്ടിക്കുലർ ഇൻട്രൊഡക്ഷൻ സീൻസ് ഒക്കെ. പിന്നെ ലാസ്റ്റില് നമ്മുടെ സലാർ പേരും പറഞ്ഞതല്ല, ദേവ്രത എന്ന് പറഞ്ഞ ഫുൾ പേര് പറഞ്ഞു. അത് മാത്രല്ല ആ ഒരു പ്രൗഡോടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവം, ഓടി ശരിക്കും ആ ഒരു ടൈഗറിന്റെ ഒക്കെ പോലത്തെ ഒരു എന്താ പറയാ ഓറ ഒക്കെ കീപ്പ് ചെയ്യുന്ന പോലെ സംഭവങ്ങളായിരുന്നു. ഇത് നമുക്ക് എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. വാട്ട്സ് നെക്സ്റ്റ് ചെറുതായിട്ട് മറ്റേ നമ്മുടെ ഉഗ്രം പോലെയാണ്, പക്ഷെ ദിസ് ഈസ് ടോട്ടലി കുറെയൊക്കെ വേറെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം അല്ലെ.